ആന്റി രാവിലെ ഇങ്ങനെ എത്തും മുമ്പേ അങ്കിളിനെ കണ്ടെത്തണം. അച്ഛനെ അവള് ഏത് പാതാളത്തിൽ ഒളിപ്പിച്ചാലും കണ്ടെത്തിയേ പറ്റൂ. ബ്രോ, അച്ഛൻ എവിടെ എത്തിന്നറിയ ഒരു വഴിയുണ്ട്. എന്ത് വഴി? ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത വാച്ച് അച്ഛൻ കെട്ടിയിരിക്കുന്നത്. ആ വാച്ചിന് ട്രാക്കിംഗ് മോഡ് ഉള്ളതാ. അച്ഛനിപ്പോ എവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. നോക്ക്. നിങ്ങൾ ഇവിടുത്തെ CCTV ചെക്ക് ചെയ്യ്. ഞാൻ പോയി നോക്കിയിട്ട് വരാം. പോട്ടോ. വാ, നമുക്ക് CCTV നോക്കാം. ദേവി, എന്താ ഇത്? എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്ന പോലെ. ആനന്ദിനെ വിളിച്ചപ്പോ കൃഷ്ണേട്ടൻ ഉറക്കമാണെന്ന് പറയുന്നു. ആനന്ദ് സത്യം തന്നെ ആയിരിക്കുമോ പറഞ്ഞത്? ഒന്നുകൂടെ വിളിച്ചു നോക്കിയാലോ? ഇപ്പൊ എനിക്കെന്റെ കൃഷ്ണേട്ടനെ കാണണം. നമസ്കാരം ഉണ്ടെങ്കിലേ. അങ്കിൾ എന്താ എന്നെ ഇങ്ങനെ പകച്ചു നോക്കുന്ന? ഞാൻ തന്നെ. നിങ്ങൾ ആദ്യം തൃച്ചംബരത്തെ മൂത്ത മരുമകളാക്കാൻ തീരുമാനിച്ചവൾ. പിന്നീട് ഓർമ്മയില്ലേ അങ്കിളിന്? മണ്ഡപത്തിൽ നിന്ന് അപമാനിതയായി തല കുനിച്ച് ഇറങ്ങിപ്പോരേണ്ടി വന്നവൾ. ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അടികൊണ്ട പാമ്പ്. അതെ, നാഗമഠത്തെ പ്രിയങ്ക. അതെ അങ്കിളെ, ഹോസ്പിറ്റലിൽ വീരപുത്രൻ കാവൽ നിൽക്കെ ചെവിക്ക് ചെവി അറിയാതെ അങ്കിളിനെ ഇവിടേക്ക് കടത്തിക്കൊണ്ട് വന്നത് ഞാൻ തന്നെയാ. നിനക്കെന്ത് വേണം? നീ എന്തിനാ എന്നെ തട്ടിക്കൊണ്ടുവന്നത്? പറയാം. എനിക്ക് വേണ്ടത് അങ്കിളുടെ ഒരു ദിവസം, അതും അങ്കിളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്ന്. അങ്കിളുടെ ഈ പിറന്നാൾ ദിവസം. ഈ പിറന്നാളിന് എന്താ ഇതുവരെ ഇല്ലാത്ത വിശേഷങ്ങളെന്ന് ഞാൻ പറയാതെ തന്നെ അങ്കിളിന് അറിയാം. എന്നാലും എനിക്കറിയാവുന്നതൊന്ന് അങ്കിളിനോട് പറയട്ടെ. അങ്കിൾ ഇത്തവണ അഖിലാണ്ടേശ്വരിയോട് ഒരു പിറന്നാൾ സമ്മാനം ചോദിക്കും. ആനന്ദിന്റെയും കല്യാണിയുടെയും കല്യാണ സമ്മതം. ഇതൊന്നും നിന്റെ വിഷയങ്ങളല്ല പ്രിയങ്ക. ഇതിലൊന്നും നീ ഇടപെടേണ്ട കാര്യവുമില്ല. ഇത്തവണ അങ്കിൾ ഒരു പിറന്നാൾ സമ്മാനവും ചോദിക്കുന്നില്ല. അതിനാ ഈ പിറന്നാൾ എന്നേക്കുമായി മറക്കാനായി ഞാൻ അങ്കിളിനെ 24 മണിക്കൂർ നേരം കരുതൽ തടങ്കലിൽ വെക്കുന്നത്. പ്രിയങ്ക, അതിരുവിട്ട കളിയാ നിന്റേത്. ഇതെന്റെ മകൻ ആനന്ദ് അറിഞ്ഞാൽ
നിന്റെ അവസ്ഥ എന്താകുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? ആനന്ദ് എവിടെ തിരക്കി നടന്നാലും എന്നെയും അങ്കിളിനെയും കിട്ടാൻ പോകുന്നില്ല. ആനന്ദിന്റെ ഭാവനയിൽ പോലും ഇങ്ങനെ ഒരു സ്ഥലം അത് വരില്ല. ബ്രോ അമ്മ വരുന്നു. അമ്മേ, അമ്മയോട് ഞാൻ വരണ്ടെന്ന് പറഞ്ഞിരുന്നല്ലേ? എന്തിനാ അമ്മ ഈ രാത്രിയില്? അല്ല ആനന്ദ്, ദേ ഇവിടെ വന്ന് കൃഷ്ണേട്ടനെ കണ്ടപ്പോഴാ എനിക്കൊരു സമാധാനം കിട്ടിയത്. കണ്ണടച്ചാൽ എന്തോ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുക. എന്നാലും ആന്റി രാത്രിയിൽ ഒറ്റയ്ക്ക്. അതൊന്നും സാരമില്ല സുബ്രോ. അമ്മേ, കൃഷ്ണേട്ടാ, അമ്മേ ഇവിടെ അച്ഛന് കൂട്ടായിട്ട് ഞാനും ബ്രോയും സുബണ്ണൊക്കെ ഇല്ലേ? അമ്മ വന്നേ, ഞാൻ കൊണ്ടാക്കാം. വേണ്ട, നിങ്ങളെല്ലാരും പൊയ്ക്കോ. ഞാൻ കൃഷ്ണേട്ടന് കൂട്ടിരുന്നോളാം. അമ്മ എന്തൊക്കെ പറയുന്നേ? ഞങ്ങൾ 3 പേരും ഇവിടെ നിൽക്കല്ലേ, ഞങ്ങളിവിടെ നിന്നോളാം. അമ്മ ചെല്ല്. അതല്ല മോനെ, അച്ഛൻ അമ്മയോട് എന്തോ പറയാൻ വന്നപ്പോഴാ ഇങ്ങനെ കുഴഞ്ഞു വീണത്. അതൊക്കെ അച്ഛൻ ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ട് പറഞ്ഞോളും. അമ്മ വാ, ഞാൻ കൊണ്ടാക്കാം. അതെ ആന്റി, ആന്റി തൃച്ചംബരത്തേക്ക് പൊയ്ക്കോ. അങ്കിളിന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. വാ അമ്മേ, നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാൻ അമ്മയെ കൊണ്ടാക്കിയിട്ട് വരാം. വാ. വേണ്ട വേണ്ട, നിങ്ങൾ 3 പേരും ഇവിടെ നിൽക്ക്, ഞാൻ പൊയ്ക്കോളാം. ഞങ്ങൾ നോക്കിക്കോളാം. സമ്മതിച്ചു ബ്രോ. അമ്മയുടെ വന്നിട്ട് അച്ഛനില്ലായിരുന്നെങ്കിലുള്ളൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ഇവിടെ ഉണ്ടാവുന്ന ആനന്ദിന് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. അവൻ ഒരിക്കലും ഇവിടെ വരാൻ പറ്റില്ല.
അടിച്ചു കൊല്ലടാ അവനെ. ആനന്ദ്, അച്ഛാ, അച്ഛനെ ആരെങ്കിലും ഉപദ്രവിച്ചോ? ഇല്ല ആനന്ദ്, എന്നെ ആരും തൊട്ടതുപോലുമില്ല. അല്ല, ഞാനിവിടെ ഉള്ളത് നീ എങ്ങനെ അറിഞ്ഞു? അത് അച്ഛൻ അരവിന്ദ് തന്ന വാച്ചില്ലേ, ഓ, ആ വാച്ചില് GPS ഉണ്ടായിരുന്നു. അഖിൽ അറിഞ്ഞോ മോനെ? ഇല്ലച്ചാ, അമ്മയെ അറിയിച്ചിട്ടില്ല. നന്നായി. ആ പ്രിയങ്ക എവിടെ? അവളെ ഇന്ന് ഞാൻ... ആനന്ദ്, വേണ്ട, അവള് പോട്ടെ. അവള് നിനക്ക് ശരിയായ എതിരാളിയൊന്നുമില്ല. അച്ഛാ, അവളെ വെറുതെ വിട്ടുകൂടാ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? പ്രിയങ്കയ്ക്ക് എന്താ എത്ര പക? നാഗമ്പടത്തുകാർക്ക് തൃച്ചംബരത്തുകാരോട് പൂർവ്വ വൈരാഗ്യമുണ്ട്. പക്ഷേ കല്യാണിയെ തൃച്ചംബരത്തെ മൂത്ത മരുമകളാകാൻ അവൾ അനുവദിക്കില്ലെന്നാ പറഞ്ഞു. അതെന്താ കാര്യം? അവൾക്ക് പകയുണ്ടാവും അച്ഛാ. കല്യാണിയോടുള്ള അവളുടെ വൈരാഗ്യം അവളുടെ അനിയത്തിക്ക് വേണ്ടിയാണ്. പ്രിയങ്കയ്ക്ക് അനുജത്തി? അതാര്? നമ്മുടെ വീട്ടിലുണ്ട് അവള്. നമ്മുടെ വീട്ടിലോ? അതാരാ? തൃച്ചംബരത്തെ മൂത്ത മരുമകളാകാൻ അമ്മ കണ്ടെത്തിക്കൊണ്ടുവന്ന് താലോലിച്ച് പരിപാലിക്കുന്നില്ലേ ഒരുത്തിയെ? അവളാ ആ ഗംഗ. ഗംഗ പ്രിയങ്കയുടെ അനുജത്തിയാണ്. തൃച്ചംബരത്തിന്റെ സർവനാശം അവളുടെ ലക്ഷ്യം. ഡോക്ടർ, അപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല, എല്ലാം നോർമലാ. എങ്കിൽ എന്നെ ഡിസ്ചാർജ് ചെയ്തൂടെ? നോ, 2 ദിവസം കൂടെ കഴിയട്ടെ. അത് പറ്റില്ല ഡോക്ടർ. എന്താ മിസ്റ്റർ ആനന്ദ് അച്ഛനിങ്ങനെ പറയുന്നത്? അച്ഛാ, ഡോക്ടർ പറയുന്ന കേൾക്ക്. എല്ലാം ഭേദമായിട്ട് ഡോക്ടർ പറയുമ്പോ പോയാ മതി. ഇപ്പൊ വീട്ടിൽ ചെന്നിട്ട് എന്തിനാ? എന്താണ് ഡോക്ടർ പറയുന്നത്? പോട്ടെ, എല്ലാം അറിയാവുന്ന നീ ഇങ്ങനെ പറഞ്ഞാലെങ്ങനെ? പോകണോ നിർബന്ധം പിടിക്കുന്നതിനാ? എന്നെന്റെ ബർത്ത്ഡേ ആണ് ഡോക്ടർ. ഓഹോ, കൺഗ്രാറ്റുലേഷൻസ്. മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു. ഓക്കെ, ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനാണ് വീട്ടിലേക്ക് പോകുന്നതെങ്കിൽ അതിന്റെ ഒന്നും കാര്യമില്ല. നമുക്കൊരു കേക്ക് മുറിച്ച് ഇവിടെ അങ്ങ് ആഘോഷിക്കാം. എന്താ? പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി മാത്രമല്ല ഡോക്ടർ ഞാൻ വീട്ടിലേക്ക് പോകുന്നത്. എനിക്കിന്ന് വലിയൊരു കടമ നിർവഹിക്കാനുണ്ട്. ഒരുപക്ഷെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കർത്തവ്യം അതാവും. ഇന്ന് തന്നെ
അതിനൊരു തീരുമാനം ഉണ്ടാവണം. ഇന്നത്തെ കഴിഞ്ഞാൽ പിന്നെ അടുത്ത പിറന്നാൾ വരെ കാത്തിരിക്കേണ്ടി വരും. അച്ഛാ, ഇപ്പൊ ആ കാര്യത്തിനൊന്നും തിടുക്കം വേണ്ട, അത് വരട്ടെ. അച്ഛൻ പറയുന്നത് നീ കേൾക്കാനും സന്ദർഭമനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ പലതും വലിയ പ്രശ്നങ്ങളാകും. ഡിസ്ചാർജായി വീട്ടിലേക്ക് പോകണം ഡോക്ടർ. ഡോക്ടർ പറയുന്ന ദിവസം ഞാൻ ചെക്കപ്പിന് വരാം. കൃത്യമായി റെസ്റ്റ് എടുക്കുകയും ചെയ്യാം. ഇന്ന് തന്നെ ഡിസ്ചാർജ് ആക്കണം. ഓക്കെ, താങ്ക് യു. സിസ്റ്റർ, ഡിസ്ചാർജ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തോളൂ. ഓക്കെ ഡോക്ടർ. കേട്ടല്ലോ? ഓക്കെ, താങ്ക്സ്. ശരി, ഓക്കെ, ശരി. ശരി. എന്താ ആനന്ദ് ആലോചിക്കുന്നത്? എല്ലാം നല്ലതിന് തന്നെ. പോയി ബില്ല് സെറ്റിൽ ചെയ്തിട്ട് വാ. പേഷ്യന്റിന്റെ മുഴുവൻ ഡീറ്റെയിൽസും ചെക്ക് ചെയ്യണം. അപ്പപ്പോൾ തന്നെ കാര്യങ്ങൾ അറിയിക്കണം. ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കണം. ഓക്കെ ഡോക്ടർ. പിന്നെ എക്സ്ക്യൂസ് മീ ഡോക്ടർ. ആനന്ദ്, ടെൻഷൻ കാരണം ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. നമ്മുടെ മേനോൻ സാറിന്റെ അവസ്ഥ എന്താ? ഇംപ്രൂവ്മെന്റ് എന്തെങ്കിലും? സോറി ആനന്ദ്, ഇതുവരെ മാറ്റമൊന്നുമില്ല. ബട്ട് റെസ്പോണ്ടിങ് ടു ട്രീറ്റ്മെന്റ്. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് സമയമെടുക്കും. എത്ര നാളെടുത്താലും എനിക്ക് അദ്ദേഹത്തെ പഴയതുപോലെ തിരിച്ചു തരണം. ശ്രമിക്കാം. പിന്നെ എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ. ഓക്കെ ഡോക്ടർ, താങ്ക് യു. എല്ലാം ഫയൽ നോക്കി ചെയ്യും. ഹലോ. ഇല്ല. ശരി, പിന്നെ വിളിക്കാവേ. എന്തായി ആന്റി ആലോചിക്കുന്നേ? അത് ചോദിക്കാൻ ചെന്നാ എന്റെ തല കയറാൻ വരും. എന്തെങ്കിലും ആയിക്കോട്ടെ. ജയന്തി, എന്താ ഇത്ര ആലോചിക്കുന്നേ? ദേ, അവിടെ വിലാസിനെ ആന്റി ആലോചിക്കുന്നു. എന്നാ പിന്നെ വെറുതെ നിക്കണ്ട, ഞാനും ഒന്ന് ആലോചിക്കാന്ന് കരുതി. ആന്റിയുടെ നാവിന്നൊന്നും കേൾക്കാൻ നിക്കണ്ട. ആന്റി 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 എന്താ ആലോചിക്കുന്നേ? അയ്യോ, വേറെന്താ ആലോചിക്കാൻ? നമ്മുടെ പ്ലാൻ അനുസരിച്ച് നിന്നെ തൃച്ചംബരത്തെ ഗംഗയാക്കുന്ന ചടങ്ങ് നടക്കേണ്ടതായിരുന്നു. അത് നടക്കാതെ പോയി. അത് നടന്നിരുന്നെങ്കിൽ നമുക്ക് ലക്ഷ്യത്തിലെത്താമായിരുന്നു. ഇന്നിവിടുത്തെ ശിവരാമേട്ടന്റെ പിറന്നാളാ. അങ്ങേരാണെങ്കിൽ നെഞ്ചുവേദനയെന്നും പറഞ്ഞു ഹോസ്പിറ്റലിൽ. എന്തായാലും അങ്ങേര് ഹോസ്പിറ്റലിലായ സ്ഥിതിക്ക് ഇനി പിറന്നാൾ ആഘോഷമൊന്നും നടക്കില്ല. നടന്ന ശിവരാമേട്ടൻ പിറന്നാൾ സമ്മാനമായി ആനന്ദിന്റെയും അടുക്കളക്കാരിയുടെയും പ്രണയസമ്മതം അഖിലയോട് ചോദിക്കും. അങ്ങനെ എങ്ങാനും ചോദിച്ച അഖിലയുടെ പ്രതികരണം എന്തായിരിക്കും? അത് ആലോചിക്കുമ്പോഴാ എന്റെ നെഞ്ചിനൊരു ഇടിമുഴക്കം. ആന്റി, ദേ വരുന്നു. ഇവിടെ വാ.